ഹലോ, വെൽക്കം ബാക്ക് ടു സുൽഫീസ് ക്രിയേഷൻസ്. നമ്മൾ ഇന്നൊരു ഹെയർ ബാൻഡും അതിനുള്ള അലിഗേറ്റർ ക്ലിപ്പുമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഡമരു ബീഡ്സും ഫ്ലവർ ബീഡ്സും യൂസ് ചെയ്താണ് നമ്മളിത് ചെയ്യുന്നത്. സാധാരണ ഈ ഫ്ലവർ ബീഡ്സിനകത്ത് കുഞ്ഞു മുത്തുകളൊക്കെ വെച്ച് ഒന്നെങ്കിൽ കോപ്പർ വയർ ഇട്ടൊക്കെ സെറ്റ് ചെയ്താണ് ചെയ്യുന്നത്. ഇതിലിപ്പം നമ്മൾ ഒരു സാറ്റിൻ ബോയ്, ഫ്ലവർ ബീഡ്സ്, ഡമരു ബീഡ്സ്, പിന്നെ നമ്മുടെ അലിഗേറ്റർ. അപ്പം നമ്മൾ ഫസ്റ്റ് ഈ ഫ്ലവർ ബീഡ്സിനകത്ത് ഈ ഡമരു ബീഡ്സ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇച്ചിരി ഒട്ടാൻ താമസമുണ്ട്, അതാണ് ഞാൻ അതൊന്ന് ഒട്ടിച്ച് മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്ത വർക്ക് ചെയ്യാം. അപ്പോൾ അതാണ്ട് ഓരോ കളറ്, മിക്സഡ് കളറ് ഡമരു ബീഡ്സാണ്. ഈ ഡമരു വെച്ച് ഇങ്ങനെ ആരും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അപ്പം നമ്മളാന്ന് തോന്നുന്നു ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നത്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ അതാണ്ട് ഇപ്പം തന്നെ നല്ല ഭംഗിയില്ലേ കാണാൻ. എനിക്ക് ആ ഒരു സെറ്റപ്പ് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാനൊരു ഹെയർ ബാൻഡ് ചെയ്താൽ എന്താ എന്നൊന്ന് ആലോചിച്ച് പിന്നെ അത് ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ ഇതിനുള്ള മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത്യാവശ്യമുള്ളവർ ഒന്ന് കമൻ്റ് ഇട്ടാൽ മതി. ഞാൻ വാട്സപ്പിൻ്റെ ലിങ്ക് കമൻറ്റിൽ തരാം. അപ്പം നമ്മൾ 6 എണ്ണമാണ് ആദ്യം ഒന്ന് ഒട്ടിക്കാൻ വെക്കുന്നത്. പിന്നെ നമ്മുടെ ക്ലിപ്പിലേക്കുള്ളത് വേറെ വേണം, ഒരു 4 എണ്ണം. അപ്പം നമ്മൾ 6 എണ്ണം ഒന്ന് സെറ്റ് ആകുമ്പോഴത്തേക്കിന് അടുത്തത് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ്ട് 6 എണ്ണം ഒട്ടിച്ചു. ഇച്ചിരി ഒട്ടാൻ താമസം വരും, എന്നാലും ഒട്ടിക്കഴിയുമ്പോൾ പിന്നെ ഇളകി വരത്തില്ല. അതാണ്ട് നമ്മൾ പല കളറാക്കി അത് ഒട്ടിച്ചെടുത്തു. ഇപ്പം തന്നെ എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതാണ്ട് നോക്കിയേ, നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ അതാണ്ട് 1, 2 മിക്സഡ് കളറായതുകൊണ്ട് നമുക്ക് മണ്ടയ്ക്ക് പല കളർ വരുന്ന രീതിയിൽ അത് അറേഞ്ച് ചെയ്യാം. ഇപ്പം നല്ലൊരു പൂവിൻ്റെ മോഡലല്ലേ കാണുന്നത്. അതാണ്ട് നോക്കിയേ, എന്ത് ഭംഗിയാണ് കാണാൻ. അപ്പോൾ നമുക്കിനി ഇത് ബോയ്ക്കകത്ത് സെറ്റ് ചെയ്യണം. അപ്പം നമ്മൾ സാറ്റിൻ ബോയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിന് പകരം നമുക്ക് ഗോൾഡൻ്റെ മെറ്റൽ ബോയും യൂസ് ചെയ്യാം. അപ്പോൾ അതാണ്ട നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന ഓരോ ഫ്ലവറും ഈ ബോയിൽ സെറ്റ് ചെയ്ത് വെക്കണം. ഒട്ടാൻ ഇച്ചിരി താമസമാണ്, പിന്നെ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യണം. പക്ഷേ ഒട്ടിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ഇരുന്നോളും. കണ്ടില്ലേ, അങ്ങനെ 6 എണ്ണം നമ്മളതിൽ ഒട്ടിച്ചെടുക്കുവാണ്. ഒന്നുകിൽ സെൻറ്ററിൽ നിന്ന് ഒട്ടിക്കാം, അല്ലെ ഒരു സൈഡിൽ മാത്രമാക്കി എടുക്കാം, 2 എണ്ണം മാത്രമായിട്ട് വെക്കാം, അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന്. അപ്പം ഈ ഒരു ഐഡിയ കാണിച്ചു എന്നേ ഉള്ളൂ, ഇതിന് നിങ്ങൾക്ക് മാറ്റം വരുത്തി ചെയ്യാം. അപ്പം അതാണ് 6 എണ്ണം നമ്മൾ സെറ്റ് ചെയ്യുവാണ്. കണ്ടില്ലേ എന്ത് ഭംഗിയാണ് കാണാൻ. സൂം ചെയ്ത് കാണുമ്പോഴത്തേക്കിന് നല്ല ഭംഗിയില്ലേ ആ ഫ്ലവർ കാണാൻ. അപ്പം നമുക്കിത് വേണേൽ കമ്മലാക്കാം, മാലയ്ക്ക് ഐപ്പിന്ന് സെറ്റ് ചെയ്തിട്ട് മാലയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ്ട് എന്ത് ഭംഗിയായിട്ട് നമ്മളൊരു ഹെയർ ബാൻഡ് റെഡിയാക്കി. ഇനി ഇതിനുള്ള ക്ലിപ്പ് കൂടെ സെറ്റ് ചെയ്യാം. അപ്പം നമുക്ക് കുറഞ്ഞതൊരു 100 രൂപയ്ക്കെങ്കിലും ഇത് സെയിൽ ചെയ്യാൻ പറ്റും. അതാണ്ട് നമ്മുടെ അലിഗേറ്ററിനകത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ ഫ്ലവർ അതിനകത്ത് സെറ്റ് ചെയ്യുക. സിമ്പിൾ. നമ്മുടെ ക്ലിപ്പും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ 2 ക്ലിപ്പും നമ്മുടെ ഹെയർ ബാൻഡും നല്ല ഭംഗിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ആരും ഇങ്ങനെ ട്രൈ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അഥവാ ഉണ്ടെങ്കിലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പം എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. മെറ്റീരിയൽ വേണ്ടവർ ചോദിച്ചാലും ഞാൻ വാട്സപ്പിൻ്റെ ലിങ്ക് ഇട്ട് തരാം. അപ്പം എല്ലാവരും അഭിപ്രായം പറയണം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം. പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഇതുകൂടാതെ ഒരുപാട് മെറ്റീരിയൽസ് നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾക്കിത് മാത്രം പോരെങ്കിൽ നമുക്ക് വേണ്ട മെറ്റീരിയൽസ് സെപ്പറേറ്റ് എടുക്കാവുന്നതാണ്, അല്ലെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് മെറ്റീരിയൽസ് എടുക്കാവുന്നതാണ്. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ വാട്സപ്പിൻ്റെ ലിങ്ക് ഇട്ട് തരാം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.